മീഡിയ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹബീബ് MN. ട്രെയിൻ തട്ടി 3 സ്ത്രീകൾ മരണപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് ഈ ദാരുണ സംഭവം നടന്നത്. പാളം മുറിച്ച് കിടക്കുമ്പോൾ അബദ്ധത്തിൽ ട്രെയിൻ തട്ടുകയായിരുന്നു. മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലാണ് കാണപ്പെട്ടത്. കോട്ടയം ചിങ്ങവനം സ്വദേശികളായ ചിന്നമ്മ 70 വയസ്സ്, ആലിസ് തോമസ് 69 വയസ്സ്, ഏഞ്ചൽ 30 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഒരു കല്യാണത്തിന് പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഈ ദാരുണമായ അപകടം നടന്നത്. സംസ്ഥാനത്ത് ഓണക്കാല മദ്യവിൽപ്പനയിൽ വൻ ഇടിവ്. ഉത്രാടം വരെ 9 ദിവസം വിറ്റത് 701 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 14 കോടി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിപ വൈറസ് ബാധിച്ച് വണ്ടൂർ സ്വദേശികളായ 24-കാരൻ മരിച്ചതിന് പിന്നാലെ ജില്ലയിലെ 2 പഞ്ചായത്തുകളിലായി 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. കൊല്ലത്ത് സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു വീഴ്ത്തി ശരീരത്തിലൂടെ കാറ് കയറ്റിയിറക്കുകയും നിർത്താതെ പോയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം വെളുത്തമണൽ സ്വദേശി അജ്മലാണ് പിടിയിലായത്. ശാസ്ത്രംകോട്ട പരിസരത്ത് നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഭീകരവാദി എന്ന് വിളിച്ച് BJP നേതാവ് കേന്ദ്രമന്ത്രിയുമായ രവനീത് സിംഗ് ബിട്ടു. US-ലെ സിഖ് സമുദായത്തെക്കുറിച്ചുള്ള രാഹുലിന്റെ പരാമർശമാണ് ബിട്ടുവിനെ ഇതിന് പ്രേരിപ്പിച്ചത്. വിദ്യാർത്ഥിയായിരുന്ന മിഷേൽ ഷാജിയുടെ മരണത്തിൽ വീണ്ടും അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ്. പോലീസിന് വീഴ്ച പറ്റിയ 3 കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. മിഷേൽ ചാടിയത് ഏത് പാലത്തിൽ നിന്നാണെന്ന് വീണ്ടും വിലയിരുത്തും. സുഹൃത്തിന്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കും. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കും. 2017 മാർച്ച് 5-നാണ് മിഷേൽ ഷാജിയെ കാണാതാവുന്നത്. മൃതദേഹം തൊട്ടടുത്ത ദിവസം കൊച്ചി കായലിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ഏതൊരു ദുരന്തത്തെയും ആഘോഷമാക്കുന്ന ചിലരൊക്കെയുണ്ട്. കിട്ടിയ സമയം കൊണ്ട് ദുരന്തഭൂമിയിൽ നിന്ന് കിട്ടാവുന്നത് അടിച്ചു മാറ്റുക, ലോകം മുഴുവൻ ഈ പേരും പറഞ്ഞ് പിരിവ് നടത്തുക. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഈ ഗണത്തിൽ വരരുതെന്ന് ഒരാഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. ഒരു മൃതദേഹം സംസ്കരിച്ചതിന് 75,000 രൂപയാണ് സത്യവാങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നു കണക്കുകൾ. 359 മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് 2,76,00,000 രൂപ. മൃതദേഹം ഒന്നിന് 75,000 രൂപ വെച്ച്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ 2,98,00,000 രൂപ. ടോർച്ച്, റെയിൻകോട്ട്, അംബ്രല ഇതാണ് നൽകിയത്. 5,000 വളണ്ടിയേഴ്സ് പങ്കെടുത്താൽ തന്നെ ഏകദേശം ഒരാൾക്ക് 6,000 രൂപ വെച്ച്. ഞാൻ 3 ദിവസം അവിടെ വർക്ക് ചെയ്താണ്. ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ല എന്നതാണ് സത്യം. ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയതിന് 1 കോടി രൂപ. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചിലവ് 7 കോടി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടി. ദുരിത ബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി. മിലിറ്ററി വളണ്ടിയർമാരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ ഒരുക്കിയതിന് 2 കോടി. ഇവരുടെ താമസ സൗകര്യം ഒരുക്കിയ വകയിൽ 15 കോടി. ഇവർക്ക് നൽകിയ വെള്ളം, ഭക്ഷണം ആവശ്യങ്ങൾക്ക് 10 കോടി. JCB അടക്കമുള്ള ഹെവി എക്യുപ്മെന്റ്സിന് 15 കോടി. ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണത്തിന് ചെലവായത് 8 കോടി. ക്യാമ്പിൽ ഉള്ളവരുടെ വസ്ത്രങ്ങൾക്ക് ചെലവായത് 11 കോടി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ച സംഖ്യയുടെ കണക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. ഏത് ദുരിതമെന്ന് കേട്ടാലും കൈയടിച്ച് സംഭാവന ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മലയാളികൾക്കുള്ളത്. അവിടെ പ്രവർത്തിച്ച വളണ്ടിയർമാരിൽ വലിയൊരു ശതമാനവും സന്നദ്ധ പ്രവർത്തകരായിരുന്നു. അവിടെ ഉപയോഗിച്ച JCB അടക്കമുള്ള വലിയൊരു ശതമാനം എക്യുപ്മെന്റ്സും സൗജന്യമായി ലഭിച്ചതാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഏതാണ്ട് ഇതിനകം 600ഓളം വീടുകൾ തന്നെ പലവരിൽ നിന്നായിട്ട് ഓഫർ ലഭിച്ചിട്ടുള്ളതായിട്ടും അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞകാല ദുരന്തങ്ങളുടെ അഴിമതി കഥകൾ കേൾക്കാൻ കൊടുത്തിട്ട് നാളുകളേറെയായി. വയനാട്ടിലെങ്കിലും അത് സംഭവിക്കാതിരിക്കട്ടെ. എത്രയും വേഗത്തിൽ ചൂരൽമലയിലെ പുനരധിവാസം പൂർത്തീകരിക്കുവാനും ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ എത്രയും വേഗത്തിൽ പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കാനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വയനാട് സംബന്ധിച്ച് മീഡിയകളിൽ വരുന്ന കണക്ക് വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കേന്ദ്ര സഹായം തുരങ്കം വെക്കുന്നതിന് പടച്ചുവിടുന്ന വാർത്തകളാണിതെന്ന് പറഞ്ഞു.